നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകത്ത് വയോധികരായ ദമ്പതികളുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുള്ള് താമരപ്പാടം ഷാപ്പിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവതിക്കും സുഹൃത്തിനും നേരെ ആക്രമണം. കൊലപാതക കേസിലെ പ്രതിയും കൂട്ടാളിയും അറസ്റ്റിൽ. പെരിഞ്ഞനം ഗവൺമെന്റ് യു.പി. സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റി 34ാമത് വാർഷിക സമ്മേളനം നടത്തി. വാർത്തകൾ വിശദമായി. മതിലകത്ത് വയോധികരായ ദമ്പതികളുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മതിൽമൂലയിൽ താമസിക്കുന്ന വയോധികരായ ദമ്പതികളുടെ വീട്ടിലേക്ക് മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി ദമ്പതികളെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന് അറസ്റ്റിലായി കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ വിചാരണ നടപടികൾ സഹകരിക്കാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച പാപ്പിനിവട്ടം മതിൽമൂല പുന്നച്ചാലിൽ 26 വയസ്സുള്ള ജിഷ്ണു തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 2021 ഫെബ്രുവരി 7 പുലർച്ചെ 2 മണിയോടെ വീടിനുള്ളിൽ കടന്ന പ്രതി കൈവശമുണ്ടായിരുന്ന ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് പരാതിക്കാരിയുടെ കഴുത്തിൽ ചുറ്റി താഴെ തള്ളിയിടുകയും കത്തികൊണ്ട് തലയിലും കൈകളിലും താടിയിലും വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആക്രമണത്തിനിടെ യുവതിയുടെ വായിലേക്ക് തുണി തിരികെ കയറ്റുകയും അവർ അത് കടിച്ചു പിടിച്ചപ്പോൾ പ്രതി ബലമായി വലിച്ചു പുറത്തെടുത്തതിനെ തുടർന്ന് 2 പല്ലുകൾ പറഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് യുവതി ധരിച്ചിരുന്ന മാലയും വളയും കവർച്ച ചെയ്യാൻ പ്രതി ശ്രമിച്ചു. ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ച ഭർത്താവിനെ കഴുത്തിന് പിടിച്ച് നേരിക്ക് തള്ളിയിടുകയും നെഞ്ചിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ക്രൂരമായി ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തതാണ് കേസിനാസ്പദമായ സംഭവം. പുള്ള് താമരപ്പാടം ഷാപ്പിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവതിക്കും സുഹൃത്തിനും നേരെ ആക്രമണം. കൊലപാതക കേസിലെ പ്രതിയും കൂട്ടാളിയും അറസ്റ്റിൽ. കഴിഞ്ഞ ഫെബ്രുവരി 14 വൈകുന്നേരം 5:30 മണിയോടെ പുള്ളിലുള്ള താമരപ്പാടം ഷാപ്പിൽ വെച്ച് യുവതിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും യുവതിയെ മാനഹാനി വരുത്തുകയും ചെയ്ത കേസിൽ തൃശൂർ ദിവാഞ്ചിമുല സ്വദേശികളായ കറുപ്പം വീട്ടിൽ ഷാനിബ്, കളിയാട്ടുപറമ്പിൽ വീട്ടിൽ അൽത്താഫ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. വടുക്കര സ്വദേശിയായ അലനും സുഹൃത്തായ യുവതിയും ഷാപ്പിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സമയത്ത് അലന്റെ പേരിലുള്ള പഴയ ക്രിമിനൽ കേസുകളെ കുറിച്ച് പ്രതികൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കേസുകളെ കുറിച്ച് പറയേണ്ട എന്ന് യുവതി വിലക്കിയതിലുള്ള വൈരാഗ്യത്താൽ പ്രതികൾ അലനെ മർദ്ദിക്കുകയും ഇത് തടയാൻ ശ്രമിച്ച യുവതിയെ തടഞ്ഞു നിർത്തി പൊട്ടിയ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ചു. യുവതിയെ കൈകൊണ്ട് തടഞ്ഞതിനാൽ തലയ്ക്ക് ഏൽക്കേണ്ടിയിരുന്ന മാരകമായ പരിക്ക് ഒഴിവായെങ്കിലും കൈപ്പത്തിയുടെ പുറം ഭാഗത്ത് പരിക്കേറ്റു. തുടർന്ന് യുവതിയെ മർദ്ദിച്ച് മാനഹാനി വരുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത പ്രതികൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അൽത്താഫ് ഈ കേസ് കൂടാതെ തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പരിധികളായി ഒരു കൊലപാതക കേസിലും ഒരു പോക്സോ കേസിലും ഒരു കൊലപാതക ശ്രമ കേസിലും 2 അടിപിടി കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനം ഓടിച്ച കേസിലും കുറ്റകൃത്യം ചെയ്യുന്നതിന് പിന്തിരിപ്പിക്കുന്നതിനായി മുൻകരുതൽ അറസ്റ്റ് ചെയ്ത 2 കേസുകളിലും അടക്കം 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM കേഴ്സൺ, SI M അഫ്സൽ, CPOമാരായ ഹസീബ്, പ്രതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പെരിഞ്ഞനം ഗവൺമെന്റ് യു.പി. സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ KG ദേവയാനി ചടങ്ങിൽ ജില്ലാ കളക്ടർ ആദരിച്ചു. സ്കൂളിൽ ആരംഭിച്ച സർഗീടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് എൻഡോമെന്റ് വിതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KA കരീം, ഗോപിനാഥ് തെക്കൂട്ട്, സ്മിത സന്തോഷ്, പ്രധാനാധ്യാപിക KA ഖദീജാബി, PTA പ്രസിഡന്റ് ER ജോഷി എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ ഗവൺമെന്റ്
ഈ UP സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ എത്രയോ മഹത് വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുമാത്രമല്ല, ഇവിടുത്തെ അധ്യാപകരും വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരായിരുന്നു നമ്മുടെ ഇവിടുത്തെ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഓരോ സമയവും നമ്മുടെ സ്കൂൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വരികയാണ്. സാധാരണ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ നിന്ന് വിഭിന്നമായി എല്ലാ പരിപാടികളും നല്ലപോലെ ശ്രദ്ധിച്ച് ഒരു മത്സര ബുദ്ധിയോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ ഗവൺമെന്റ് UP സ്കൂൾ. നമുക്കറിയാം, ഒരു 10-12 കൊല്ലക്കാലം മുമ്പ് നമ്മുടെ വിദ്യാലയം, പ്രത്യേകിച്ച് ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങൾ, അതിൻ്റെ പൊതുവായ ഒരു പുരോഗതിയെ സംബന്ധിച്ച് ആളുകൾക്ക് വലിയ സംശയം ഉള്ള ഒരു സമയമാണ്. പൊതുവെ ശ്രദ്ധിക്കാനാണില്ല, ഇടപെടൽ ത്രിതല പഞ്ചായത്തിന്റെ സംവിധാനത്തിന് ആളുകളില്ല. ആളുകളാണെന്നുണ്ടെങ്കിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു. വിശ്വാസമില്ലാത്തൊരു പ്രശ്നം യഥാർത്ഥത്തിലുണ്ടായിരുന്നു. നമ്മുടെ രവീന്ദ്രനാഥ മാഷാണ് യഥാർത്ഥത്തിൽ അത് തിരികെ പിടിച്ചത്. ഞങ്ങളെല്ലാവരും നിയമസഭയിൽ രണ്ടാം ഉണ്ടശ്ശേരി എന്ന് പറയുന്ന ഉണ്ടശ്ശേരി മാഷ് എന്ന് പറയുന്ന ആളാണ് പ്രൊഫസർ C. രവീന്ദ്രനാഥ്. അദ്ദേഹം ഓരോ സ്കൂളിൻ്റെയും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാ ആളുകളുടെയും യോജിച്ചിട്ടുള്ളൊരു പിന്തുണയോടുകൂടി സ്കൂളിനെ മെച്ചപ്പെടുത്താനുള്ള വലിയ ശ്രമം ആരംഭിച്ചു. അതിൻ്റെയൊക്കെ ഗുണം എനിക്ക് തോന്നുന്നു ഈ കയ്പമംഗലം മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റി 34ാമത് വാർഷിക സമ്മേളനം നടത്തി. SN പുരം പോള ഹാളിൽ നടന്ന സമ്മേളനം PT ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CK ശംഖു അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ റിപ്പോർട്ടും ട്രഷറർ VK അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. TC കലാധരൻ, A പവിഴം, KB ബീന, PA ഹൈറുനിസ, R വിശ്വനാഥൻ, CV ഗ്രേസി എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം AC ശ്രീധരൻ വരണാധികാരിയായി 2026-27 വർഷത്തേക്കുള്ള കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇതിനെല്ലാം അനുഭാവപൂർവമായിട്ടുള്ള ഒരു സമീപനം ഇപ്രാവശ്യത്തെ സംസ്ഥാന ബജറ്റിൽ കാണാൻ കഴിയുന്ന തോന്നലാണ് എനിക്കുള്ളത്. എല്ലാം പ്രത്യേകിച്ചുള്ളത് ഞാൻ അവർക്ക് പറയുന്നത് ശരിയല്ല. എല്ലാം നമ്മുടെ ആവശ്യങ്ങളോട് കഴിയുന്നതാണ്. എന്നാൽ ആവശ്യങ്ങളെല്ലാം നമ്മളോടൊപ്പമുണ്ട് എന്ന അർത്ഥത്തിൽ അതിനെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് ഉള്ള സംഘടനയുടെ പുതിയ ജോലി വന്ന ആളിന്റെ അഭിപ്രായം കാണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ അനുസരിച്ച കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന തരത്തിലേക്ക് ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈം അതിനുള്ളിൽ നിന്ന് കഴിയണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. ആചാരാനുഷ്ഠാനങ്ങളുടെ സംഗമഭൂമിയായ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം ആവേശമായി. തെക്കുംകര ദേശമാണ് ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകിയത്. കൊയ്ത്തു കഴിഞ്ഞ് പരന്നു കിടക്കുന്ന പാടങ്ങളിലൂടെ ദേശക്കാർ പൊയ്ക്കുതിരകൾ ദേവസന്നിധിയെ ലക്ഷ്യമാക്കി ഒഴുകിയെത്തി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ഭഗവതി കുതിരയ്ക്കൊപ്പം ദേശക്കുതിരകളെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. കുനിശ്ശേരി അനിയന്മാരാർ, കുനിശ്ശേരി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തുടർന്ന് കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ടിമേളം കൊട്ടിക്കലാശിച്ചതോടെ മാമാങ്കത്തിന്റെ ആകർഷണമായ കുതിരക്കളി അരങ്ങേറി. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് ഉയരത്തിലുള്ള പന്തലിൽ കുതിരകളെ ഉയർത്തി എറിഞ്ഞു മുട്ടിക്കുന്ന കാഴ്ച ആവേശം പകർന്നു. തുടർന്ന് തിറ, ഹരിജൻ വേല എന്നിവ നടന്നു. മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. മേലൂർ സ്വദേശി പഴഞ്ഞി വീട്ടിൽ 31 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. പേരാമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. റോഡ് നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് പിടികൂടി പിഴ ചുമത്തി. തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന കാഞ്ഞിരത്തിങ്കിൽ ബസ്സാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് ബസ് പിടികൂടിയത്. വാഹനത്തിന് 10,000 രൂപ പിഴ ചുമത്തി.
മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വിലസിയ കാട്ടുകൊമ്പനെ നാട്ടുകാർ കാടുകയറ്റി. തീപ്പന്തം കത്തിച്ചും പടക്കം പൊട്ടിച്ചുമാണ് നാട്ടുകാർ കൊമ്പനെ കാടുകയറ്റിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ കറങ്ങി നടന്ന കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. മരോട്ടിച്ചാൽ സ്വദേശി കിടങ്ങൻ ജോബി, തണ്ടാശ്ശേരി സുകുമാരൻ, വാകനാമ്പാടത്ത് തങ്കച്ചൻ എന്നിവരുടെ വാഴ കൃഷിയാണ് നശിപ്പിച്ചത്. സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി പ്രവർത്തിക്കാത്തതുമൂലം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുകയാണ്. കൃഷിനാശം സംഭവിച്ച ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ചുള്ളിക്കാവ് ചിറ സംരക്ഷണ പ്രസിഡന്റ് രാജേഷ് കാര്യാട്ട് ആവശ്യപ്പെട്ടു. ചൊവ്വന്നൂരിലെ സെന്റ് മേരീസ് വാടക ക്വാർട്ടേഴ്സിൽ KSEB കരാർ ജീവനക്കാരനായ അതിഥി തൊഴിലാളി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ഒഡീഷ സ്വദേശിയായ ഗുണ ഷെട്ടിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജോലിക്ക് വരാതിരുന്നതിനെ തുടർന്ന് KSEB അധികൃതർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകത്ത് വയോധികരായ ദമ്പതികളുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുള്ള് താമരപ്പാടം ഷാപ്പിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവതിക്കും സുഹൃത്തിനും നേരെ ആക്രമണം. കൊലപാതക കേസിലെ പ്രതിയും കൂട്ടാളിയും അറസ്റ്റിൽ. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. PT ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് കമ്മിറ്റി 34ാമത് വാർഷിക സമ്മേളനം നടത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.